എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തത്. ഇന്ന് മനുഷ്യൻ്റെ പാപം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവസന്നിധിയിൽ ക്ലാസ് എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗങ്ങളും അറിയാവുന്നതും എന്നാൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കാതും ശ്രദ്ധിക്കപ്പെടാത്തതുമായ വലിയ മുൻതൂക്കം കൊടുക്കാത്തതുമായ ചില വിഷയങ്ങൾ ദൈവത്തിന് സല്ലാത്തത്തോളം വിലയുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതിന് മനുഷ്യന്റെ പാപം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്നത്തെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ഈ ബൈബിൾ പഠന ക്ലാസ് അനേക ദൈവമക്കൾക്ക് പ്രയോജനമായി എന്ന് കേൾപ്പാൻ സ്വർഗം അനുവദിച്ചു. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളെ സ്വർഗം ചെയ്യണം, അനേകരെ സ്വർഗം വളർത്തുമാറാകണം, മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുത സൃഷ്ടിയായ മനുഷ്യ ജീവിതത്തിൽ പാപ സ്വഭാവങ്ങളൊക്കെ വിട്ടുമാറി കർത്താവിന്റെ രക്ഷയെ തിരിച്ചറിഞ്ഞ് ക്രൂശിക്കപ്പെട്ട കർത്താവിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ, എന്തിനാണ് ക്രൂശീകരണം സംഭവിച്ചതെന്നും ആ തിരുരക്തം എന്തിനു വേണ്ടിയിട്ടാണ് അടിയങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞത് എന്നും ഒക്കെ ഈ ഒരു ക്ലാസ് മുഖാന്തരം കർത്താവെ അറിയുവാൻ, ദൈവത്വങ്കിലേക്ക് അടുക്കുവാൻ കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം, പ്രാർത്ഥന കേൾക്കണം, കേൾക്കുന്ന അനേകർക്ക് ഒരു അനുഗ്രഹവുമായി തീരണം. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ എല്ലാവരെയും പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ പഠനത്തിന് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അനേക വേദഭാഗങ്ങൾ പാപവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടതുമായി ബന്ധപ്പെട്ട അനേക വേദഭാഗങ്ങളൊക്കെ വചനത്തിനകത്ത് ഉണ്ട്. എങ്കിലും റോമർക്ക് എഴുതിയ ലേഖനം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. വചനം ഇങ്ങനെ വായിക്കുന്നു: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായി എന്ന് കർത്താവിന്റെ വചനം പറയുക. മനുഷ്യൻ എത്ര പുരോഗതി കൈവരിച്ചാലും അവന് പരിഹരിക്കാൻ കഴിയാതെ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. ശാസ്ത്രം ഒരുപക്ഷെ രോഗങ്ങൾക്ക് മരുന്നുകൾ കണ്ടുപിടിച്ചേക്കാം. മനഃശാസ്ത്രം മനുഷ്യന്റെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ചിന്തകൾക്കും ഒരു മെഡിസിനായി തീർന്നേക്കാം. എന്നാൽ പാപത്തിന്റെ പരിഹാരത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ മെഡിസിൻ. പാപത്തിന് പരിഹാരം അത് ദൈവത്തിന് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് മനുഷ്യന്റെ പാപത്തിന്റെ ഫലം എന്താണ്, ഈ പാപം ദൈവത്തെയും നമ്മയും തമ്മിൽ എങ്ങനെ ഭിന്നിപ്പിക്കുന്നു അല്ലെങ്കിൽ അകറ്റിക്കളയുന്നു. ഒന്നാമതായി ഞാൻ നിങ്ങളും ചിന്തിക്കാൻ പോകുന്ന വിഷയം മനുഷ്യന്റെ പാപമാണ്. സർവ്വസാധാരണമായ ഒരു സത്യം, എല്ലാവരും പാപം ചെയ്തു. കർത്താവിന്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുകയാണ്: എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി. എല്ലാവരും പാപം ചെയ്തു. ഒരു വ്യക്തിക്കോ ഒരു പ്രത്യേക വിഭാഗത്തിനോ അനുഭവിക്കാനോ പറഞ്ഞിട്ടോ ഉള്ള വിഷയമല്ല, ഒരു പ്രശ്നമല്ല പാപം എന്ന് പറയുന്നത്. കർത്താവിന്റെ വചനം പറയുക, എല്ലാവരും പാപം ചെയ്തു. ആദം വഴി ഭൂമിയിലേക്ക്, ഏക മനുഷ്യനാൽ ഭൂമിയിലേക്ക് എന്ത് സംഭവിച്ചു? പാപമുണ്ടായി. ആ മനുഷ്യനിൽ നിന്ന് ഭൂമിയിലെ സകല മാനവകുലത്തിലേക്കും പാപം വെളിപ്പെടുവാൻ കാരണമായി തീർന്നു. അങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്തവരായി, പാപത്തിൽ അകപ്പെട്ടു പോയവരായി തീർന്നു. മനുഷ്യന്റെ ഒരു സ്വാഭാവിക സ്വഭാവം തന്നെയാണ് പാപത്തിലേക്ക് വഴുതി പോവുക എന്നുള്ളത്. 2, നാം ചിന്തിക്കാൻ പോകുന്നത് പാപത്തിന്റെ രൂപങ്ങളെ പറ്റിയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നു ചിന്തയിലുള്ള പാപം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം, ചിന്തയിലൂടെ കടന്നു വരുന്ന പാപം. ഈ വിഷയങ്ങളെ പറ്റി കൂടുതലായി വിശദീകരിക്കേണ്ടുന്ന ആവശ്യം എനിക്ക് നിങ്ങൾക്കും ഇല്ല എന്ന് അറിയാം. ചിന്തയിൽ കടന്നു വരുന്ന പാപം, ദൈവത്തിന് ഹിതമില്ലാത്ത എന്ത് വിഷയവും ബൈബിളിൽ പറഞ്ഞതിന്, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതിന് വിരോധമായി ഹൃദയത്തിൽ കടന്നു വരുന്ന ചിന്തകൾ, ദൈവത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന, പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി, വചനത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന സകലതും എന്താണ്? പാപം തന്നെയാണ്.
അപ്പോ ചിന്തയിലൂടെ, ഹൃദയത്തിന്റെ ചിന്തയിലൂടെ കടന്നു വരുന്ന പാപം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം പറയുകയാണ്. അതേപോലെ തന്നെ വാക്കുകളിൽ വരുന്ന പാപം. യാക്കോബിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുക, വാക്കുകളിൽ വെളിപ്പെടുന്ന പാപം. എന്താണ് വാക്കുകൾ കൊണ്ട്? അനാവശ്യമായ വാക്കുവാദങ്ങൾ നടക്കുക, തർക്കങ്ങൾ നടത്തുക, ദൈവത്തിന് ഹിതമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുക. അങ്ങനെ വാക്കുകളിലൂടെ ഉണ്ടാകുന്ന പാപം. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുക, പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന പാപം, പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന പാപം. ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, വചനത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാപം. അപ്പോൾ പ്രവൃത്തിയിലൂടെ എന്തുണ്ടാകാം? പാപം ഉണ്ടാകാമെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. അതേപോലെ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുകയാണ്, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാത്തത് മുഖാന്തരം ഉണ്ടാകുന്ന പാപം. മാറ്റി നിർത്തേണ്ടതിനെ, തള്ളിക്കളയേണ്ടതിനെ, ഉപേക്ഷിക്കേണ്ടതിനെ, അടർത്തിക്കളയേണ്ടതിനെ, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാത്തത് മുഖാന്തരം ഉണ്ടാകുന്ന പാപങ്ങൾ. ഇങ്ങനെ ഏകദേശം 4 വിധത്തിലുള്ള പാപമാണ് ഒരു മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നത്, ഒരു മനുഷ്യനെ പാപത്തിലേക്ക് അകപ്പെടുത്തി കളയുന്നത്. ദൈവമക്കളെ, പാപം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി എന്നതിനേക്കാൾ അപ്പുറമായി ഹൃദയത്തിന്റെ നിലപാടാണ് പാപം. ഹൃദയത്തിന്റെ അകത്ത് പാപം സംഗ്രഹിക്കുകയും അല്ലെങ്കിൽ പാപത്തിന്റെ ചിന്തകൾ കടന്നു വരികയും അതിലൂടെ പ്രവൃത്തി മേഖലകളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഞാൻ നിങ്ങളും ചിന്തിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്ന വിഷയം എന്താണ്? പാപത്തിന്റെ ഫലമെന്നുള്ളതാണ്. കർത്താവിന്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. എന്താണ് ദൈവത്തിന്റെ വചനം പറയപ്പെടുന്ന ഈ ഒരു ആത്മീക അർത്ഥം? ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 തരത്തിലുള്ള മരണങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുണ്ട്. 1, അവന്റെ ശാരീരികമായ മരണം. 2, അവന്റെ ആത്മീകമായ മരണം. 3, അവന്റെ നിത്യ മരണം. എന്താണ് ആത്മീക മരണം എന്ന് പറയുന്നത്? പാപം ചെയ്ത് ദൈവത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ, ദൈവം പകർന്നിരിക്കുന്ന അകത്ത പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ, തന്റെ ആത്മീക ജീവിതത്തിൽ നിന്ന് അവൻ താഴെ വീണു പോകുമ്പോൾ, പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപം മുഖാന്തരമോ ദൈവത്തിന്റെ തേജസ് നഷ്ടമാകുകയും ദൈവത്തിന്റെ അഭിഷേകം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ആത്മീക മരണം. ആത്മീക മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് പാട്ടോ പ്രാർത്ഥനയോ ആരാധനയോ ദൈവത്തിന്റെ വചന ധ്യാനമോ ദൈവത്തോടുള്ള അടുപ്പമോ കർത്താവിനെ സ്തുതിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാതെ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകും. ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. എന്നാൽ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ആത്മീയ മരണങ്ങൾ സംഭവിച്ച ആളുകൾ പോലും ചില തെറ്റായ നിലവാരത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഡ്രാമ കളിക്കാറുണ്ട്, നാടകം കളിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട്, സത്യം തന്നെയാണ്. എന്നാൽ അതിനപ്പുറം ആത്മീക മരണം സംഭവിച്ചവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായി സംഭവിക്കുന്നത്, അവൻ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുകയോ പാടുകയോ സ്തുതിക്കുകയോ ഒന്നും ചെയ്യില്ല. അവൻ അതിനൊക്കെ വിധി കൽപ്പിക്കും, അവൻ അതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. 2ാമത്തെ മരണമാണ് ശാരീരിക മരണം. ഏതൊരു മനുഷ്യനും ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണം സുനിശ്ചിതം തന്നെയാണ്. അവനിൽ നിന്ന് ജീവവായു, ജീവശ്വാസം ഇല്ലാതെയായി തീരുമ്പോൾ അവനൊരു ജഡമായി തീരും, ഈ മണ്ണിലേക്ക് ലയിച്ചു ചേരും. 3ാമത്തെ മരണമാണ് നിത്യമായ മരണം എന്ന് പറയുന്നത്. ആത്മീക മരണം സംഭവിച്ച ഒരു വ്യക്തി ജീവിതത്തിന്റെ അവസാനത്തെ ശിക്ഷാവിധി എന്ന വണ്ണം അവൻ ഒരിക്കലും ദൈവസന്നിധിയെ പ്രാപ്തമാക്കാൻ കഴിയാതെ, ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലാൻ കഴിയാതെ നിത്യമായ മരണത്തിലേക്ക്, നിത്യമായ തീപ്പൊയ്കയിലേക്ക്, നിത്യമായ നാശത്തിലേക്ക് തള്ളപ്പെടുവാൻ കാരണമായി തീരും. അതാണ് നിത്യ മരണം എന്ന് പറയുന്നത്. ഈ 3 വിധ മരണങ്ങളും ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്, ദൈവത്തിന്റെ നിയമമാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. ഹല്ലേലൂയ. പാപത്തിനകത്ത് അടിമപ്പെട്ടു പോയി ആത്മീക മരണം സംഭവിച്ച ഒരാൾ പോലും നിത്യമായും കർത്താവിന്റെ സന്നിധിയിൽ വസിപ്പാൻ കഴിയുകയില്ല, നിത്യജീവനെ അവകാശമാക്കുകയുമില്ല. അടുത്തത്, പാപം എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ? പാപം എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ? പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം ദോഷിയാണ് എന്ന ഒരു ചിന്തയിലേക്ക്
മനുഷ്യനെ എത്തിച്ചേർക്കുവാൻ പാപം മുഖാന്തരമായി. ദൈവം ദോഷിയാണ് എന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചു. പാപത്തിൽ സംഭവിച്ച ഒന്നാമത്തെ വിഷയമാണ്. ദൈവം തെറ്റാണ് എന്ന് പാപം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിശാച് മുഖാന്തരം ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കാൻ കാരണമായി. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ ഭയം ഉണ്ടാകാൻ കാരണമായി. ആദാമും ഹവ്വയും ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ചത് മുഖാന്തരം അനുസരിക്കാതെ ഇരുന്നതിന്റെ ഫലമായി അവർ ആ പഴം കഴിക്കുകയും അടുത്ത സംഭവിച്ചത് അവർ നഗ്നരായി എന്നവർക്ക് മനസ്സിലായിട്ട് അവർ പേടിച്ചുപോയി. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തോട് എന്ത് പറയും? ഭയം, അകത്ത് ഭയമുണ്ടാകാൻ ഇടയായി. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച് മുഖാന്തരം പാപം കടന്നു കയറുമ്പോൾ അവൻ പോലും അറിയാതെ, അവൻ പോലും പ്രതീക്ഷിക്കാതെ അവന്റെ ഉള്ളത്തിൽ ഭയം, പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പാപമുഖാന്തരം അടുത്തതായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ലജ്ജ. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ തേജസ് വഹിച്ചവരായി, തേജസ് ഉടുത്തവരായി, ദൈവത്തെക്കാൾ ഒരല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അനുസരണക്കേട്, പാപം കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് എന്നേക്കുമായി അവരിൽ നിന്ന് നഷ്ടമായി പോകുവാൻ ഇടയായി. അവർ നഗ്നരെന്ന് അവർക്ക് തോന്നി. അങ്ങനെ പറയുന്ന, അവർക്ക് നഗ്നരാണ് എന്ന് അവർ തോന്നിയിട്ട് അവർ ഓടി മറയാനിടയായി തീർന്നു. ലജ്ജയുളവാകും. പലതിലും ലജ്ജയുളവാകും. അല്ലെങ്കിൽ അവർ ലജ്ജ ധരിക്കേണ്ടി വരും, ലജ്ജിക്കപ്പെടേണ്ടി വരും. പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ലജ്ജ ധരിക്കേണ്ടി വരും. അവന്റെ ജീവിതത്തിൽ ലജ്ജ അനുഭവിക്കേണ്ടി വരും. ലജ്ജിക്കപ്പെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരും. അടുത്ത വിഷയം പറയുകയാണ്, അവർ മറഞ്ഞിരിക്കേണ്ടി വരും, അവർ ഒളിച്ചിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ മറയപ്പെട്ടു പോകും. ഭൂമിയിൽ നിന്ന് മറയപ്പെടുക എന്നതിനേക്കാൾ അപ്പുറമായി മറ്റു പല നന്മകളിൽ നിന്നും, സമൂഹത്തിൽ നിന്ന്, അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവൻ ഒളിച്ചിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വരും. ഒരു പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സമൂഹവുമായിട്ടുള്ള ബന്ധം, സഭയുമായിട്ടുള്ള ബന്ധം, ദൈവമക്കളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുവാൻ കാരണമായി തീരും. അവൻ ഒളിച്ചിരിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരും. ഒരു കൊലപാതകിയായിട്ടോ കള്ളനായിട്ടോ കവർച്ചക്കാരനായിട്ടോ ഒളിച്ചിരിക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. പൊതുസമൂഹത്തിന്റെ നടുവിൽ നിന്ന് പാപം അവനെ ഒളിച്ചിരിക്കുവാൻ പ്രേരിപ്പിക്കും. പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിപ്പാൻ സഹകരണ മനോഭാവമില്ലാതെ പാപത്തിന്റെയും പിശാചിന്റെയും അടിമത്വത്തിൽ അവനെ ഇട്ട് എന്ത് ചെയ്യും? വട്ടം കറക്കും. അവൻ എപ്പോഴും ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്ന വ്യക്തിയായി തീരും. അവൻ ഇരുട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയായി തീരും. ഏതെങ്കിലും ചില വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുവാൻ, അഡിക്റ്റായി പോകുവാൻ കാരണമായി തീരും. അങ്ങനെ അവനെ പിശാച് പാപം മുഖാന്തരം ഒരു വ്യക്തിയെ ഒതുക്കുവാൻ ഇടയാകും. അടുത്ത വിഷയമാണ്, പാപം കുറ്റബോധം ഉണ്ടാക്കുന്നു. ദൈവത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് അനുസരണക്കേട് കാണിച്ച, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കുറ്റബോധം എന്ന് പറയുന്ന ഒരു വിഷയം അവന്റെ ഹൃദയത്തെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. കുറ്റബോധം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും.
അവൻ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവസന്നിധിയിൽ വന്നാലും പിശാച് കുറ്റബോധം കൊണ്ടിരുന്നു. നീ അന്നത് ചെയ്തതല്ലേ, നീ അങ്ങനെ വഴിതെറ്റിപ്പോയതല്ലേ, നീ വചനം അനുസരിക്കാതിരുന്ന ആളല്ലേ. ദൈവമക്കളെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം ഒരു വിഷയം നീ ഏറ്റുപറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ, കർത്താവിന്റെ വചനം പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നീ ദൈവത്തിന്റെ ഏറ്റു പറയണം. ദൈവം നിന്റെ ലംഘനങ്ങളെ ക്ഷമിക്കും, നിന്റെ പാപത്തെ ദൈവം മറച്ചു കളയും, മായ്ച്ചു കളയും. അത് മനസ്സിലാക്കാതെ പിന്നെയും പിശാച് ഒരു കെണി ഒരുക്കുക, കുറ്റബോധം ഉണ്ടാക്കി 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 ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവനെ മാറ്റിക്കളയും. ഇങ്ങനെ 4 വിധമാകുന്ന വിഷയങ്ങൾ പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പിശാച് കൊണ്ടിടും. ഒന്ന്, ഭയം കൊണ്ടിടും. 2, ലജ്ജ ധരിപ്പിക്കും, തലകുനിഞ്ഞ അവസ്ഥ, നിന്ദിക്കപ്പെട്ട അവസ്ഥ. അടുത്ത വിഷയം പറയുകയാണ്, അവന്റെ അകത്ത് ഒളിച്ച് ഇരിക്കുവാൻ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുവാൻ, പുറം ലോകവുമായി ബന്ധം പുലർത്താതെ പലരും അവനെ അഡിക്റ്റ് ആക്കി കളയും പാപം. അതേപോലെ നമ്മൾ അവസാന വിഷയം ചിന്തിച്ചത് എന്താണ്? നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കുറ്റബോധം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. കുറ്റബോധം കൊണ്ട് നിറയും. ഇങ്ങനെ പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഈ 4 വിധ മാറ്റങ്ങൾ വരുത്തും. ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ അടിമയാണ്, അവൻ പാപത്തിന്റെ അടിമയാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും അവന്റെ ഭൗതിക മേഖലകളെ മാത്രമല്ല ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഭൗതിക മേഖലയല്ല ബാധിക്കുന്നത്. പിന്നെയോ കർത്താവിന്റെ വചനം നാം പഠിച്ചു വരുമ്പോൾ ഒരു മനുഷ്യന്റെ ആത്മീക തലത്തെയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് ഈ പാപം ഏറ്റവും അധികമായി ബാധിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയും. ദൈവത്തിൽ നിന്ന് അവനെ പിടിച്ച് മാറ്റുവാൻ പാപത്തിന് കാരണമായി തീരും. ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തെയും ആത്മീയ തലത്തെയും പാപം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഭൗതികമായ മേഖലയിൽ എത്രയൊക്കെ ഞാനും നിങ്ങളുടെ ഈ പാപത്തെ വെറുക്കുവാനോ പാപത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചാലോ മാറിപ്പോവുകയില്ല. ഈ പാപം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെന്നുണ്ട് എങ്കിൽ, പാപത്തിൽ നിന്നൊരു വിടുതലും മോചനവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനാൽ തന്നെ കഴിയുകയുള്ളൂ. എന്റെയും നിങ്ങളുടെയും പാപ വിമോചനത്തിനു വേണ്ടിയിട്ടാണ് തന്റെ തിരുരക്തം നമുക്ക് വേണ്ടി ആ ക്രൂശിങ്കൽ ഒഴുക്കിയത്. അതിനെ തിരിച്ചറിഞ്ഞ് കർത്താവാണ് എന്റെ രക്ഷകനെന്ന് മനസ്സിലാക്കി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിലാണ് പാപമോചനം വെളിപ്പെടുന്നത്. അങ്ങനെ മാത്രമേ പാപത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഏതൊരു മാനവരാശിക്കും കഴിയുകയുള്ളൂ. ദൈവമക്കളെ, പാപം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർതിരിച്ചു കളയും. കാരണം എന്താണെന്നറിയാമോ? ദൈവം വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ്. ദൈവം വിശുദ്ധിയെ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാമത്തെ വാക്യം, എല്ലാവരും ഒരുപോലെ തെറ്റി ഒഴിഞ്ഞുപോയവരായി, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് തെറ്റി തിരിഞ്ഞു പോയവരായി വചനം പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 59-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുകയാണ്, നമ്മുടെ ദോഷങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. ദോഷങ്ങൾ. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ദോഷങ്ങൾ, നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ, നമ്മുടെ പാപങ്ങൾ നമ്മയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? വേർതിരിച്ചു കളയുന്നു. ആ ഒരു വേദഭാഗം വ്യക്തമായി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. ദൈവമക്കളെ, ദൈവം അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന മേഖല എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. ദൈവത്തിന്റെ സന്നിധി പരിശുദ്ധമാണ്. ദൈവം വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവമാണ്. നല്ല സുഗന്ധമുള്ള ഒരു വസ്ത്രത്തിന്റെ മേൽ ഒരു
ചത്ത് ചീഞ്ഞു കിടക്കുന്ന ഒരു എലിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഒരു സുഗന്ധം മുഴുവൻ നഷ്ടമായി പോകും. ഭയങ്കര ദുർഗന്ധം വമിക്കാനിടയായി തീരും. ഇതുപോലെയാണ് പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ. ദൈവവും ഇതുപോലെയാണ് പാപത്തെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതുപോലെയാണ് പാപത്തെ കാണുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പാപം കടന്നു വന്നാൽ ദൈവസന്നിധി വിട്ട് മാറിപ്പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വരും. കർത്താവിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പാപികളെ തേടിയാണ് വന്നത്. പാപികളെ തേടി വന്ന കർത്താവ് പാപമില്ലാത്തവരുടെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച കർത്താവാണ് യഥാർത്ഥ രക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞ കർത്താവിലേക്ക് മടങ്ങി വന്ന എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, നിങ്ങൾ പിന്നെയും പാപത്തിൽ അടിമപ്പെട്ടു പോകരുത്. പാപത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങൾ വീണു പോകരുത്. അങ്ങനെ വീണു പോയാൽ വിശുദ്ധിയിൽ അതിഭയങ്കരനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങളും എന്നേക്കുമായി മാറ്റി നിർത്തപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. അടുത്ത വിഷയം പറയുകയാണ്, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്, ആ ഒരു ബന്ധം അതെന്നേക്കുമായി മുറിഞ്ഞു പോകും. പാപം അതിനൊരു കാരണമാകും. നമുക്ക് അറിയാവുന്ന വിഷയമാണ്, ദൈവം ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം അഭേദ്യമായ ഒരു ബന്ധമായിരുന്നു. എന്നാൽ പാപം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ബന്ധം എന്നേക്കുമായി മുറിഞ്ഞു പോകാൻ ഇടയായി. എന്നേക്കുമായി നഷ്ടമായി പോകുവാനും മുറിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. നമുക്ക് അടുത്ത വിഷയമാണ്, പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കും. അവന്റെ ആത്മീക ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഒരു മനുഷ്യനുണ്ടാകും. എന്താണ് ഉണ്ടാകുന്നത്? ഒന്നാമത്തെ വിഷയം പറയുകയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം അവനിൽ നിന്ന് നഷ്ടമായി പോകും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവൻ മാറ്റിപ്പെടുക മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം അവനിൽ നിന്ന് എന്നേക്കുമായി നഷ്ടമായി പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അകൃത്യത്തിനകത്ത്, പാപത്തിനകത്ത് പെട്ടുപോയാൽ അതുവരെയും അന്യഭാഷയിലും അല്ലെങ്കിൽ അതുവരെയും അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത വ്യക്തി ജീവിതം അവന്റെ ശുശ്രൂഷ മേഖലയിൽ, അവന്റെ ആത്മീയ തലത്തിൽ മങ്ങിപ്പോകും. അവനിൽ നിന്ന് എന്നേക്കുമായി ദൈവത്തിന്റെ സാന്നിധ്യം മാറിപ്പോകുവാൻ കാരണമായി തീരും. അടുത്ത വിഷയം പറയുകയാണ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവനെ വിട്ട് മാറിപ്പോകും. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, പലപ്പോഴും പലരും നമ്മെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, നാളുകളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, പലവിധമാകുന്ന അനുഗ്രഹങ്ങൾ വാഗ്ദത്തങ്ങൾ ദൈവം തന്നു, എന്നിട്ട് അതൊന്നും ലഭിക്കുന്നില്ല. ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അകൃത്യം കടന്നു വന്നാൽ, അതുവരെയും ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളൊന്നും നിറവേറപ്പെടുവാൻ സാധ്യമല്ല. അവരുടെ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തീകരണം ഉണ്ടാകില്ല. ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങൾ എന്നേക്കുമായി അവന് നഷ്ടമായി പോകും. മൂന്നാമത്തെ വിഷയം പറയുകയാണ്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ പോകും. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന, വെളിപ്പാട് ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അതൊക്കെ നഷ്ടമായി പോയി. കാരണം എന്താ? പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം സമ്മതിക്കില്ല. മൂന്നാമത്തെ വിഷയം പറയാ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും നിന്നുപോകും. ദൈവശബ്ദം കേൾക്കാൻ ഇനിയും കഴിയുകയില്ല, പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ. അടുത്ത വിഷയം പറയാം, ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആത്മവിശ്വാസം നഷ്ടമായി പോകും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആത്മവിശ്വാസം നഷ്ടമായി പോകും. ഇനിയും ദൈവം എന്നെ കൂടെ കൂട്ടുമോ? ദൈവം എന്നെ ചേർത്ത് പിടിക്കുമോ? ശരിയാകുമോ? ശരിയാണോ? അവിശ്വാസം, ആത്മവിശ്വാസവും ആത്മബന്ധവും നഷ്ടമായി പോകും, എന്നേക്കുമായി നഷ്ടമായി പോകും. അടുത്ത വിഷയം പറയാണ്, നിത്യതയുടെ ഉറപ്പ് നഷ്ടമായി പോകും. ഒരു മനുഷ്യൻ പാപിയായി തീർന്നു കഴിഞ്ഞാൽ,
പാപത്തിൽ അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പാപം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിത്യത ഉണ്ടാവുകയില്ല. ഒരു നിത്യമായ അനുഗ്രഹം, ആ നിത്യതയിലേക്കുള്ള പ്രവേശനം അവന് വിലക്കപ്പെടും. ദൈവമക്കളെ, മനുഷ്യൻ പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഭൗതികമായ പല വിഷയങ്ങളിലേക്കും കടന്നു പോകാറുണ്ട്. ഭൗതികമായ പല വിഷയങ്ങളിലേക്കും നേർച്ചകാഴ്ച, വഴിപാടുകൾ, ദൈവത്തിന് ചില ഓഫറുകൾ വെക്കും. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്നത് നമുക്ക് ചില ഓഫറുകൾ കൊടുക്കും. ഒരിക്കലും മതങ്ങളോ ധാർമ്മിക ഇടപെടലുകളോ ദൈവത്തിന് ഞാനും നിങ്ങളും വെക്കുന്ന ഓഫറുകളോ ഉപവാസമോ ഇതൊന്നും പുറമെ ഭൗതികമായി നടത്താൻ ശ്രമിക്കുന്ന ഇതൊന്നും പാപത്തിൽ നിന്നൊരു മുക്തി തരാൻ സാധ്യമല്ല, കഴിയുകയുമില്ല. പാപമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ ജഡീകമായ അല്ലെങ്കിൽ ഭൗതികമായ മേഖലയിൽ വെളിപ്പെടുന്ന ഒന്നല്ല, അവന്റെ ആത്മീക തലത്തിൽ വെളിപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ആത്മീക തലത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അടുത്തതായി, ഈ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ദൈവം എന്താണ് ഒരുക്കിയിരിക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്, പാപത്തിന് പരിഹാരമില്ലേ? ഉറപ്പായും പാപത്തിന് പരിഹാരമുണ്ട്. ആ പാപ പരിഹാരം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിൽ കൂടിയുള്ള മോചനമാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയാണ് ദൈവമക്കളെ ക്രിസ്തുയേശുവിൽ കൂടിയുള്ള മോചനം. അത് മാത്രമാണ് പാപപരിഹാരം. എന്താണ് ക്രിസ്തുയേശുവിൽ കൂടിയുള്ള മോചനം? താൻ ദൈവമായിരിക്കെ തന്നെ ആ ഒരു ദൈവിക സമത്വത്തെ മുറുകെ പിടിക്കാതെ താഴ്ന്ന ഭൂമിയിലേക്ക് ഒരു മനുഷ്യന്റെ പിറവിയെടുത്ത് തന്റെ അവസാനത്തുള്ള രക്തം വരെയും സകല മാനവ കുലത്തിനും വേണ്ടി ഒഴുക്കി പിശാചിന്റെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും സ്വർഗീയ കർത്താവ് വിലയ്ക്ക് വാങ്ങി എന്ന പൂർണ്ണമായ ബോധ്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ പാപം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മാനവ രാശിയിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകുവാൻ ദൈവം എന്ത് ചെയ്തു? വഴിയൊരുക്കി. കർത്താവിന്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാനാണ് അകൃത്യം ചെയ്തത്, ഞാനാണ് പാപം ചെയ്തത്, പക്ഷെ എനിക്ക് വേണ്ടിയുള്ള ശിക്ഷാവിധി ഏറ്റെടുത്തത് ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. താൻ ചാട്ടവാറടിയേറ്റു, മുൾക്കിരീടം ചൂടി, ക്രൂശ് ചുമന്നു, കൈകാലുകളിൽ ഇരുമ്പാണികൾ തറയ്ക്കപ്പെട്ടു, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടു. മാനസികമായും ശാരീരികമായിട്ടുള്ള പീഡനം താൻ ഏൽപ്പാൻ കാരണമായി. എന്തിനാ? സകല മാനവരാശിയുടെയും പാപ പരിഹാരത്തിനു വേണ്ടി താൻ എന്ത് ചെയ്തു? ഒരു വലിയ യാഗമായി അർപ്പിക്കപ്പെട്ടു. അപ്പോ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെയുള്ള വിമോചനമാണ്, ക്രിസ്തുവിലൂടെയുള്ള പരിഹാരമാണ്. ക്രിസ്തു പാപം വഹിച്ചവനായി, എന്റെ നിങ്ങളുടെ പാപം വഹിച്ചവനായി ക്രൂശിലെ മരണത്തോളം തന്നെ എന്ത് ചെയ്തു? ആ ഒരു വേദന അനുഭവിപ്പാൻ ഇടയായി. എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമുക്കുള്ള ശിക്ഷയെയും ശിക്ഷാവിധികളെയും കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുപ്പാൻ കാരണമായി. പാപത്തിന്റെ തടവറയിൽ നിന്ന് എന്നെയും നിങ്ങളെയും പുറത്തു കൊണ്ടുവരുവാൻ കാരണമായി തീർന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം ഇത് മുഖാന്തരം പുനഃസ്ഥാപിക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ ചെല്ലുവാൻ പോലും യോഗ്യരല്ലായിരുന്ന പാപികളായിരുന്ന എന്നെയും നിങ്ങളെയും സകല മാനവരാശിയുടെയും പാപത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച ആ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, കർത്താവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ ഒരു വലിയ കാരണമാക്കി തീർത്തു. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ ഞാൻ നിങ്ങളും ചെയ്യേണ്ടുന്നത് പശ്ചാത്താപത്തോടെ
ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ, പാപം എന്നെയും നിങ്ങളെ വിട്ടു മാറിപ്പോകണമെങ്കിൽ, വളരെ പശ്ചാത്താപത്തോടെ വിശ്വാസപൂർവം കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് താഴ്ന്ന് ഇരുന്നു കഴിഞ്ഞാൽ സ്വർഗം നിങ്ങളെ ശുദ്ധീകരിക്കുകയും ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളെ ജീവിപ്പിക്കുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവവേദലേ, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിപ്പാനാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടത്. അതിനെ തിരിച്ചറിഞ്ഞ് ആ നിലവാരത്തിൽ മുൻപോട്ട് ജീവിപ്പാൻ ഈ വേദ പഠന ക്ലാസ് എല്ലാവരെയും ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.